ചെന്താമര എന്ന കൊടും ക്രിമിനൽ കാരണം കുപ്രസിദ്ധമായ സ്ഥലമാണ് നെന്മാറ പോത്തുണ്ടിയിലെ ബോയൻ കോളനി. അയൽവാസികളായ സജിതയെയും ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര അരുംകൊല ചെയ്തപ്പോൾ വിറങ്ങലിച്ചു പോയതാണ് ഈ നാടിൻ്റെ മനസാക്ഷി. ചെന്താമരയെ പേടിച്ച് അയൽവാസിയായ പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റി. ഇന്നിപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന ചെന്താമരയുടെയും സുധാകരൻ്റെയും ഒക്കെ വീടുകൾ ഈ നാടിനും നാട്ടുകാർക്കും പേടിപ്പിക്കുന്ന ഓർമ്മകളാണ്. ഈ നാട്ടുകാർക്കിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ഇനി ഒരിക്കലും ചെന്താമര പുറത്തിറങ്ങരുത്. പോത്തുണ്ടിയിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി അന്തി ഉറങ്ങണമെങ്കിൽ ആ കൊടും ക്രിമിനലിന് തൂക്കുകയർ വിധിക്കണം. ചെന്താമരയുടെ പേരിൽ കുപ്രസിദ്ധമായ പോത്തുണ്ടി ബോയൻ കോളനിയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇരട്ടക്കൊലപാതകം കേരളത്തെ മുഴുവൻ നടുക്കിയതാണ്. ആ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ ആ കേസിൻ്റെ വിധി അത് പറയാനിരിക്കുകയാണ്. എന്താണെങ്കിലും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും അതിനു മുൻപ് സുധാകരൻ്റെ ഭാര്യ സജിതയെയൊക്കെ കൊന്നത് ചെന്താമരയാണ്. ആ ചെന്താമരയുടെ വീടാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാട് പിടിച്ച് പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് ചെന്താമര ഒരു പേടിയാണ്, ഭീഷണിയാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്ന് ഇവിടെ നിന്നും താമസം മാറിയവരുണ്ട്. അങ്ങനെ താമസം മാറിയ പുഷ്പയുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെ സ്വന്തമായിട്ട് വീടും സ്ഥലവും ഉള്ള പുഷ്പ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്ന ഒരവസ്ഥയാണ്. അതിൻ്റെ കാരണം ഈ ചെന്താമര മാത്രമാണ്. ചെന്താമരയുടെ ഭീഷണി ഭയന്നാണ് പുഷ്പ ഇവിടെ നിന്നും താമസം മാറിയതെന്നാണ് പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം ജയിലിലാണെങ്കിലും ഒരുപക്ഷെ ജയിൽ ചാടി വന്നാൽ വീണ്ടും തൻ്റെ ജീവനൊക്കെ ഭീഷണി ഉണ്ടാകുമെന്ന് പുഷ്പ ഭയക്കുന്നുണ്ട്. ഇതാണ് മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട സുധാകരൻ്റെ വീട്. സുധാകരൻ്റെയും അമ്മ ലക്ഷ്മിയുടെയും സജിതയുടെയും ഒക്കെ കൊലപാതകം നടന്നത് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. ഈ വഴി ബൈക്കിൽ വരുമ്പോൾ ചെന്താമര അവിടെ നിന്നും വന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇവിടെ വെച്ചാണ് സുധാകരൻ കൊല്ലപ്പെട്ടത്. കുറച്ച് മുന്നോട്ട് നീങ്ങി വീടിന് മുൻപിൽ വെച്ചാണ് ഇത് കേട്ട് ഓടിയെത്തിയ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊന്നത്. അതിനുശേഷം ചെന്താമര ഇതുവഴി കാട്ടിലേക്ക് പോയി രക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് സുധാകരൻ്റെ വീട്. ഇവിടെ ഇപ്പോൾ ആരുമില്ല. സുധാകരൻ്റെ മക്കൾ ഇപ്പോൾ ചിതലയിലാണ് താമസം. അവരൊന്നും ഇവിടേക്ക് വരാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു തിരിച്ചുവരവില്ല എന്ന തീരുമാനത്തിലാണ് സുധാകരൻ്റെ മക്കളുള്ളത്. അങ്ങനെ ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിട്ട് ഈ ഒരു പ്രദേശം ഈ ഒരു കൊലപാതകത്തിന് ശേഷം മാറിയിട്ടുണ്ട്. ഈ പ്രദേശവാസികൾക്കൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇപ്പോഴും അവരുടെ നടുക്കം മാറിയിട്ടില്ല. പലരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ പങ്കുവെക്കുമ്പോൾ അവരും ആ ഒരു പേടിയാണ് ആദ്യം പങ്കുവെക്കുന്നത്. മാത്രമല്ല ഈ ഒരു നാട് ഒന്നാകെ ഇങ്ങനെ ആളില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു ശപിക്കപ്പെട്ട ഇടമായി മാറിയത് ചെന്താമര കാരണമാണെന്ന് അവർ ഒന്നായി പറയുന്നു. ഒപ്പം ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണം, ഇനി ഒരിക്കലും പുറത്തിറങ്ങരുത്, പരമാവധി ശിക്ഷ തന്നെ കിട്ടണമെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ചെന്താമര ആസൂത്രണം ചെയ്ത് കൊലപാതകം നടത്തിയതിന് അവനെ തൂക്കിക്കൊല്ലാൻ തന്നെ വിധിക്കണം. അല്ലാണ്ട് വേറെ വിധി ഒന്നും അവന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെയൊക്കെ മൊഴി പറയുന്നത്. അയാൾക്ക് ജയിൽ ശിക്ഷ ചെയ്യുന്ന അയാൾക്ക് തൂക്കി തന്നെ കൊടുക്കണം. അവൻ എന്തിനാണ് ഈ വഴിക്ക് വരുന്നത്? വരണ്ട, അവൻ അങ്ങനത്തുള്ള ആളാണ് അവൻ. പ്രതിയെ സമ്മതിച്ചിട്ടുണ്ടല്ലോ. പ്രതിയെ ഞാൻ ഇത്ര പേരിനെ കൊന്നുകൊണ്ട് പ്രതി സമ്മതിച്ച അവസ്ഥയ്ക്ക് തക്കതായ ഒരു ശിക്ഷ നിയമപീഠത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാർ. പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള തക്കതായ ശിക്ഷ നിയമപീഠത്തിൽ നിന്നും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നുണ്ട്. കോടതി ഇതെല്ലാം കണ്ട് ഈ കോടതിക്ക് മുമ്പാകെ എത്തിയ തെളിവുകളെല്ലാം കൃത്യമായി വിലയിരുത്തി ഈ കൊലപാതകം നടത്തിയ ചെന്താമരയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകണം എന്ന് ഈ നാടൊന്നാകെ ആവശ്യപ്പെടുകയാണ്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.